ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം വചനവ്യാഖ്യാനം അവസാനിപ്പിച്ച് വചന വിചിന്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വചന വിചിന്തനത്തിൻ്റെ പുതിയ ഭാഗം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായി പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നുള്ള കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അവിടെ സംഭവിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വചന വ്യാഖ്യാനത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി കർത്താവ് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണമെന്ന് പറയുന്നതിലൂടെ എന്നോട് വ്യക്തിപരമായി ഈ വചനം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവഹിതം അറിയുക എന്നുള്ളതും ദൈവഹിതം സ്വീകരിക്കുക എന്നുള്ളതും ദൈവഹിതം നിറവേറ്റാൻ ശക്തി ആർജിക്കുക എന്നുള്ളതുമാണ് എന്ന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന തിരുവചന ഭാഗം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു സംശയം മനസ്സിൽ തോന്നാറില്ലേ, അച്ഛാ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ എന്ത് നേടുന്നു, എനിക്ക് എന്ത് കിട്ടുന്നു? നമ്മളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ ഈ ബിസിനസ്സിൻ്റെ അതിപ്രസരത്തോടുകൂടെ എല്ലാ കാര്യങ്ങളെയും ഒരു ലാഭക്കണ്ണോടുകൂടെ മാത്രമാണ് മനുഷ്യൻ നോക്കിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടും, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ ലാഭം ചോദിക്കാറില്ലേ നമ്മൾ? ചോദിച്ചില്ലെങ്കിൽ മനസ്സിൽ കരുതാറെങ്കിലും ഇല്ലേ, എനിക്കെന്താ ലാഭം? പ്രാർത്ഥനയുടെ കാര്യത്തിലും നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇപ്രകാരം സ്വാർത്ഥരാകാറുണ്ട്. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്കെന്താ ലാഭം? വചനം പറയാണ്, പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ അറിയുക എന്നതും ദൈവഹിതം സ്വീകരിക്കുക എന്നുള്ളതും ദൈവഹിതം നിറവേറ്റാനായുള്ള ശക്തി ആർജിക്കുക എന്നുള്ളതുമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും പലപ്പോഴും പലരും സ്വന്തം ഹിതം നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പ്രാർത്ഥനയെ കരുതുന്നതും കൈകാര്യം ചെയ്യുന്നതും എന്നുള്ള ഒരു വശമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കാം കേട്ടോ, അത് പ്രാർത്ഥനയുടെ ഒരു ഘടകം മാത്രമാണ്. പ്രാർത്ഥന, പ്രയർ എന്ന വാക്കിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം ടു പ്രേ എന്നാണ്. അതിൻ്റെ ഇൻഫിനിറ്റീവിലെ ടു എടുത്തു കളഞ്ഞാൽ പ്രേ എന്ന 4 അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ് PRAY. അത് ഈ 4 അക്ഷരങ്ങൾ 4 വാക്കുകളെ സൂചിപ്പിക്കുന്നതാണെന്നും ആ 4 വാക്കുകൾ പ്രാർത്ഥനയുടെ 4 വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് P stands for praising God. സ്തുതി പ്രാർത്ഥന എന്നാണ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്ഷരമായ R ആണ്. R stands for repentance. പ്രയർ ഓഫ് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപ പ്രാർത്ഥന എന്നാണ് അർത്ഥം. തെറ്റിപ്പോയി, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചോർത്ത് മനസ്താപപ്പെടുന്നതിനെയും തെറ്റുകളിൽ നിന്നും ശരികളിലേക്കുള്ള യാത്രയെയുമാണ് റിപ്പൻറ്റൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തേത് A എന്ന അക്ഷരമാണ്. A stands for asking to the Lord. ദൈവത്തോട് ചോദിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുക. ദ പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ എന്ന് പറയാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂന്നാമത്തെ ഘടകം മാത്രമാണ് പ്രാർത്ഥനയിൽ.
അത് ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കാനോ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റാനോ നമ്മൾ പരിശ്രമിക്കുകയാണ്. ചോദ്യങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് മൂന്നാം സ്ഥാനത്ത് മാത്രം സംഭവിക്കേണ്ട പ്രാർത്ഥനാ രീതിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, വൈ സ്റ്റാൻഡ്സ് ഫോർ ഈൽഡിങ്. ഈൽഡിങ് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. സറണ്ടർ, പ്രെയർ ഓഫ് സറണ്ടർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈൽഡ് ചെയ്യുക, ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്രകാരമുള്ള 4 രീതികളിലുള്ള പ്രാർത്ഥനകളിലൂടെയാണ് സഹോദരങ്ങളെ പ്രയർ എന്നുള്ള, പ്രാർത്ഥന എന്നുള്ള പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. ഈശോ എനിക്ക് അത് തരണം, ഇത് തരണം, എൻ്റെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുന്നു. അത് മാത്രമല്ല പ്രാർത്ഥന എന്ന് തിരിച്ചറിയുക. ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ ഐക്യമാണ് എന്ന് തിരിച്ചറിയുക. പലപ്പോഴും സ്വന്തം ഹിതം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഉപാധിയായി പ്രാർത്ഥനയെ കരുതുന്നു എന്ന കാരണത്താൽ ദൈവവുമായുള്ള ഐക്യം സംഭവിക്കാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ ഐക്യമാണ്, ദൈവവുമായി ഒന്നായി ചേരുക എന്നുള്ളതാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും അമ്മ ത്രേസ്യായുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഫിസിക്കൽ യൂണിയൻ എന്നൊക്കെ വിളിക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിലെ അനുപമമായ സ്റ്റേജുകളിലൂടെ കടന്ന് ഉത്തുംഗ ശൃംഗത്തിൽ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഏറ്റവും ഉദാത്തമായ മേഖലയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവ ഐക്യത്തിലായിത്തീരുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവ ഐക്യത്തിലായിത്തീരുക എന്നതാണ് അർത്ഥം. ദൈവഹിതവുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് മാത്രമേ ദൈവ ഐക്യം സാധ്യമാവുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ ഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ഏതെല്ലാം സഹനങ്ങൾ നേരിടേണ്ടി വന്നാലും അവയെല്ലാം അതിജീവിച്ച് സ്നേഹത്തിൽ നിലനിൽക്കാനും ദൈവത്തെ മഹത്വപ്പെടുന്ന ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവയെ അതിജീവിക്കുകയും സ്നേഹത്തിൽ നിലനിൽക്കുകയും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുത. ദൈവത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നത് വഴിയായി നമ്മളെ സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെ വാഹകരായി മാറാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള സാക്ഷ്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് ഈശോയുടെ പ്രാർത്ഥനാ കളരിയിലായിരിക്കുന്ന സഭയുടെ ലിറ്റർജിയിൽ നാം സജീവമായി പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നത് സഭയുടെ ആരാധനാക്രമ രീതിയാണ്, സഭയുടെ ലിറ്റർജിയാണ്. സഭയുടെ ആരാധനാക്രമത്തെ തീരുമാനിക്കുന്നത് സഭയുടെ പരിശുദ്ധമായ സൂനഹദോസാണ്. അതുകൊണ്ട് തന്നെയും മെത്രാൻ സംഘത്തിൻ്റെ സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് ആരാധനാക്രമത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്, തീരുമാനിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട്. ആ തീരുമാനമനുസരിച്ച് ആരാധിക്കുക എന്നുള്ളതാണ് ദൈവ ഐക്യത്തിൽ ജീവിക്കാനും ദൈവഹിതം തിരിച്ചറിയാനുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അനുസരണമില്ലെങ്കിൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. ആരാധനയിലൂടെ ദൈവവുമായി ഐക്യപ്പെട്ടുകൊണ്ട് അനുസരണത്തോടുകൂടെ ജീവിക്കുമ്പോൾ സഭാധികാരികൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതുവഴിയായി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, ആശീർവാദത്തിൻ്റെ വലം കൈ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉയർന്നു നിൽക്കും എന്ന് തിരിച്ചറിയണം. ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത് അനുസരണക്കേടാണ് എന്ന് മനസ്സിലാക്കുക.
അനുസരണക്കേട് വഴി പാപം ചെയ്ത് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയും ദൈവവുമായുള്ള സജീവമായ ഐക്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയുടെ പ്രാർത്ഥനാ കളരി എന്ന് വിളിക്കപ്പെടുന്ന സഭയുടെ ലിറ്റോർജിക്കൽ സെലബ്രേഷൻ ആരാധനാക്രമത്തിൽ കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത്, അത് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലാകട്ടെ, യാമ പ്രാർത്ഥനകളിലൂടെ ആകട്ടെ, ഭക്ത അഭ്യാസങ്ങളിലൂടെ ആകട്ടെ, ഞാനും നിങ്ങളും ഒക്കെ ദൈവ ഐക്യത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കണം. അത് ബൈബിള് വായനയാകാം. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവൈക്യത്തിലാകാനുള്ള ഒരു ഉപാധി എന്ന് പറയുക ദൈവവചനം വായിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം വായിക്കണം. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള കത്തോലിക്ക കാനൺ അനുസരിച്ചുള്ള 73 പുസ്തകങ്ങളും എല്ലാ ദിവസവും ഓരോ ഭാഗമായി എടുത്ത് വായിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവ ഐക്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അനുഗ്രഹമായി തീരും എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 4-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വചനഭാഗമാണ്. അവിടെയാണ് യഹൂദരുടെ അവിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്നതും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ വചനഭാഗം നമ്മൾ കാണുന്നത്. 37 മുതൽ 43 വരെയുള്ള വചനങ്ങൾ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും ഈശോയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും തങ്ങളുടെ മധ്യേ പ്രവർത്തനനിരതമാണെങ്കിലും അവിടുത്തെ സ്വന്തം ജനമായ യഹൂദർക്ക് അത് തിരിച്ചറിയാനും അതിന് ഭാവാത്മകമായ പ്രത്യുത്തരം നൽകാനും കഴിയാതെ പോയി എന്നുള്ളതാണ് ദൈവജനത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളിലൂടെ സ്വർഗരാജ്യം എന്താണെന്നും ദൈവപുത്രൻ ആരാണെന്നും അവൻ വെളിപ്പെടുത്തിയിട്ടും അത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു, കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിരുന്നു, ഹൃദയം കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. സ്വർഗീയമായ കൃപാവരങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ജനത്തിന് പറ്റിയ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ അറിയാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക. അത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലൂടെ ആകട്ടെ, ദൈവാനുഭവം ലഭിച്ച വ്യക്തികളുമായുള്ള സംഭാഷണത്തിലൂടെ, സമ്പർക്കങ്ങളിലൂടെ ആകട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള നല്ല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിലൂടെ ആകട്ടെ, സഭയോട് ചേർന്ന്, ഇടവകയോട് ചേർന്ന് ദൈവജനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതിലൂടെ ആകട്ടെ, നമ്മുടെ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥനയിലൂടെ ജീവിക്കുന്നതിലൂടെ ആകട്ടെ, ഇപ്രകാരമൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതല്ല എങ്കിൽ പോസിറ്റീവായി ദൈവകൃപയോട് പ്രത്യുത്തരിക്കാൻ നമുക്ക് കഴിയാതെ വരും. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാർ ഈശോ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടും അനേകം പേർ അവനിൽ വിശ്വസിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഒരു ദുർഗതി നമുക്കുണ്ടാകാതിരിക്കണം. സഹോദരങ്ങളെ, കർത്താവിൽ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം സദാ സന്നിഹിതനാണ് എന്ന് നമുക്കറിയാമല്ലോ. ഗോഡ് ഡ്വെൽസ് വിത്തിൻ us ആൻഡ് അറൗണ്ട് us എന്ന് പറയാറുണ്ട്. ദൈവം നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, എവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം സദാ സന്നിഹിതനാണ്. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും നിരന്തരം പ്രവർത്തന നിരതമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും. എന്നാൽ ആ ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവർത്തനവും തിരിച്ചറിയുന്നതിന് നമ്മുടെ മാനുഷിക താല്പര്യങ്ങൾ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്രകാരമുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനും
പോസിറ്റീവായി ഭാവാത്മകമായി ദൈവത്തിൻ്റെ ഹിതത്തോട് പ്രത്യുത്തരിക്കാനും അതുവഴിയായി വിശ്വാസത്തിൽ വളരാനും വേണ്ടിയിട്ട് ദൈവം നമ്മോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സ്നേഹവും വിശ്വസ്തതയുമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ദൈവികമായ സാന്നിധ്യവും അവിടുത്തെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത മേഖലകളിൽ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ദൈവകൃപ അനുഭവിക്കുന്ന വ്യക്തികളായി മാറുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ജീവിത അനുഭവങ്ങളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും ബന്ധപ്പെടുന്ന വ്യക്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും തിരിച്ചറിയാനും വേണ്ടതുപോലെ പ്രത്യുത്തരിക്കാനും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തുറക്കപ്പെട്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നത്, ദൈവത്തിൻ്റെ മകളാകുന്നത് എന്ന് മനസ്സിലാക്കുക. ദൈവഹിതം എന്താണെന്നറിയുക, ദൈവത്തിൽ അടിയുറച്ച് പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക, ദൈവത്തിൻ്റെ വചനം മാത്രമാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരിക. അങ്ങനെ ജീവിത അനുഭവങ്ങളിലൂടെ, ഇതുവരെയുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ, ബന്ധപ്പെടുന്ന വ്യക്തികളിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവീകമായ സാന്നിധ്യത്തെയും സ്നേഹത്തെയും തിരിച്ചറിയാനും അതുവഴിയായി വേണ്ടതുപോലെ പ്രത്യുത്തരിക്കാനും സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം എന്നെഴുതപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് എപ്പോഴാണ്? ഞാനൊരു വിശ്വാസിയാകുമ്പോഴാണ്, ദൈവഹിതം നിറവേറ്റുമ്പോഴാണ്, ദൈവത്തോട് പോസിറ്റീവായി പ്രതികരിക്കുമ്പോഴാണ്. അനേകം പേർക്കും സാധിക്കാത്തത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെയായാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു പരിശ്രമമാണ് എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടാനും ദൈവത്തിൻ്റെ ഹിതമെന്താണ് എന്ന് തിരിച്ചറിയാനും അതുവഴിയായി ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവപുത്രനായ യേശു കർത്താവ് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി മാറുന്നത്? അത് അവൻ പീഡാസഹനങ്ങളിലൂടെ മരണ ഉത്ഥാനങ്ങളിലൂടെ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടി നമ്മളെയും യോഗ്യരാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവിൻ്റെ അടുക്കൽ അവൻ്റെ വലതുഭാഗത്ത് ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്ത് ദൈവപിതാവിനോടൊപ്പമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയൊരു ജീവിതമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതല്ലാതെ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസികളായി കർത്താവിൻ്റെ മേശ എന്നറിയപ്പെടുന്ന അൾത്താര മേശയിൽ വെച്ചു വിളമ്പപ്പെടുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമ്മൾ മരിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ സെമിത്തേരികളിൽ അടക്കപ്പെടുന്നവർ മാത്രമല്ല, അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളായി പുറത്തെടുത്ത് അൾത്താര വണക്കത്തിനു വേണ്ടി വിശുദ്ധിയുടെ പരിമളം വീശുന്ന വ്യക്തികളാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. മാമോദീസായിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കണമെന്നുള്ളതാണ് ദൈവഹിതം. ഇതാണ് സഭാമാതാവ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന കാര്യം. അതിന് സാധിക്കാത്ത വിധം ആരെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ട് എങ്കിൽ ദൈവത്തെങ്കിലേക്ക് നമ്മളെ വീണ്ടും വലിച്ചടുപ്പിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. അവിടുത്തെ കൂദാശകളുടെ പരികർമ്മങ്ങൾക്ക് സാധിക്കും. ആരാധനാക്രമങ്ങളിലൂടെ, ഭക്താഭ്യാസങ്ങളിലൂടെ, യാമപ്രാർത്ഥനകളിലൂടെ നമുക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവവുമായുള്ള ഐക്യം വേർപെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലൊരു ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം, മാല നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, അത് ജപമാലയാകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു മാലയാകട്ടെ, ആ ചെയിൻ
എവിടെയെങ്കിലും ഇടയ്ക്ക് ഒരു കണ്ണി വിട്ടുപോയെങ്കിൽ പിന്നെ അത് വിളക്ക് ചേർക്കാതെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയല്ല. ആ കണ്ണി വിട്ടുപോയാൽ മാലയല്ലാതായി തീരുകയാണ്. അതോടുകൂടെ ആഭരണമായി അണിഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കാത്ത വിധം കണ്ണി അറ്റുപോകുന്ന ജീവിതങ്ങളായിത്തീരും ദൈവവുമായുള്ള ബന്ധം വേർപെടുത്തി കഴിയുമ്പോൾ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. മനോഹരമായ ഒരു ഉപമ 15-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ തന്നെ വാക്കുകളിലൂടെ, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ ദൈവസന്നിധിയിൽ ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാകണം ഞാനും നിങ്ങളുമെന്ന് സഹോദരങ്ങളെ ഈ ഉപമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാകുക എന്നുള്ളതാണ് ദൈവഹിതം നിറവേറ്റുന്നവരാകാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്രകാരം ഒരു ജീവിതത്തിലേക്കാണ് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ തിരിച്ചറിയുക, ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തോട് പ്രത്യുത്തരിക്കേണ്ടത് ഭാവാത്മകമായിട്ടായിരിക്കണം, പോസിറ്റീവായിട്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നെഗറ്റീവായി പോകുന്നു, നിഷേധാത്മകമായി പോകുന്നു എന്നുള്ളത് സ്വർഗത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട്, കർത്താവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പരിശുദ്ധാത്മാവിന് വേദന ഉളവാകുന്നുണ്ട് എന്ന് മനസ്സിലാകണം. അതുകൊണ്ട് ഭാവാത്മകമായ പ്രതികരണങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകാൻ, ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനഭാഗത്തിൻ്റെ വിചിന്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ അവസാനമായി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 50 വരെയുള്ള വചനഭാഗങ്ങളുടെ വിചിന്തനമാണ് കാണുക. അവിടെ ഈശോയോടൊപ്പം ലോകത്തിൻ്റെ പ്രകാശമാകാനുള്ള വിളിയാണ് ശിഷ്യന്മാർ എന്ന നിലയിൽ നമുക്കും ലഭിച്ചിരിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വചനവ്യാഖ്യാനത്തിൽ നമ്മൾ ആവർത്തിച്ച് കണ്ടതാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവിൻ്റെ വെളിച്ചം സ്വീകരിച്ച് ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ വെളിച്ചമാകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ച് 2 വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനായി നൽകപ്പെട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ കാണുന്ന തിരുവചന ഭാഗം കർത്താവിൻ്റെ വെളിച്ചം സ്വീകരിച്ച് ഞാനും നിങ്ങളും കർത്താവിൻ്റെ വഴിയെ നടക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു കർത്താവിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇപ്രകാരം ഒരു തിരുവചനം തന്നെയാണ്. മത്തായി 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൻ്റെ 2-ാം ഭാഗം, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണം പോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമായി ഉയർത്തപ്പെടേണ്ടവരാണെന്നും വിശുദ്ധിയുടെ പരിമളം വീശേണ്ടവരാണ് എന്നും മത്തായി 5-ാം അധ്യായം 14-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനഭാഗമൊക്കെയും നമ്മോട് പറയുന്നത് ഈശോയോടൊപ്പം ലോകത്തിൻ്റെ പ്രകാശമാകാനുള്ള വിളിയാണ് ശിഷ്യർ എന്ന നിലയിൽ നമുക്കും ലഭിച്ചിരിക്കുന്നത്. യോഹന്നാൻ 9:4-5 വാക്യങ്ങളും മത്തായി 5:14 വാക്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട്
ഈശോയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തിൽ വിശ്വസിക്കാനും ആ സ്നേഹം ജീവിതത്തിൽ പ്രായോഗികമാക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ആ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൈവസ്നേഹത്തിൽ വിശ്വസിക്കാനും ദൈവസ്നേഹം പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ള വിളിയാണ് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും അവൻ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതാണ് പോസിറ്റീവായ പ്രത്യുത്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ സഭയുടെയും സമൂഹത്തിൻ്റെയും വിവിധ തലങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ദൈവസ്നേഹത്തിൽ പ്രേരിതരായി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ദൈവസ്നേഹത്തിൽ പ്രേരിതരായിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരാകണം ഞാനും നിങ്ങളും. അത് സഭാ ശുശ്രൂഷയാകട്ടെ, സമൂഹത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകളാകട്ടെ, നിൻ്റെ കുടുംബത്തിൽ നീ ചെയ്യുന്ന ശുശ്രൂഷകളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവയൊക്കെയും നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത് ദൈവസ്നേഹത്താൽ പ്രേരിതരായിക്കൊണ്ട് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്കേവർക്കും നൽകുന്നു എന്നുള്ള ബോധ്യമായിരിക്കണം. അപ്രകാരം ഒരു ജീവിതമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത് എന്ന് ദൈവികമായ ഇടപെടൽ നമുക്ക് നൽകുന്ന ബോധ്യം അതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരങ്ങളോട് ഭാവാത്മകമായി പ്രതികരിക്കുകയും ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ വളർന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച് വചന ശുശ്രൂഷകരായി വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകുന്നത് വഴിയായി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നു. ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരെന്നുള്ള അർത്ഥം വിശ്വസ്തതാപൂർവം ജീവിക്കുന്നവരാവുകയാണ്. അതിനുവേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്കെല്ലാവർക്കും ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.